ഹായ് ഹലോ എല്ലാവർക്കും സഫി സോമിൻ്റെ മറ്റൊരു കുട്ടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്താ സംഭവം എന്നറിയോ? ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രിവാൻഡ്രത്ത് വന്നിട്ട് 15 വർഷമായി. പക്ഷേ ഇന്ന് വരെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിനകത്ത് കയറിയിട്ടില്ല. ഫസ്റ്റ് ടൈം ഞാൻ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിനകത്താണ് ഇരിക്കുന്നത്. മഴയായതുകൊണ്ടാണ് ഇവിടെ ഇരുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ മോളുടെ സ്കൂളിൽ നിന്ന് വന്നതാണ്. ഇത് ഒരുപാട് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള നമ്മുടെ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളെ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മുടെ സ്റ്റേറ്റ് സിലബസിൻ്റെ ഭാഗം. സ്റ്റേറ്റ് സിലബസിൽ ഇനി മുതൽ സൂംബ കൂടി, സൂംബ എന്നല്ലേ പറയാം, അത് തന്നെ മനസ്സിൽ വിചാരിച്ചില്ല, അത് തന്നെ സംഭവം. അപ്പോൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയുടെ ഭാഗമായി അതിൻ്റെ ഒരു പ്രാക്ടീസാണ് ഇതിപ്പോൾ നടക്കുന്നത്. ഇത് 28-ാം തീയതി ആണ് കേട്ടോ ഇത് നടക്കുന്നത്. സംഭവം 30-ാം തീയതിയാണ് ഉദ്ഘാടനം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത് ഇവിടെ നടത്താൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പറയാൻ വന്നത് വേറൊന്നുമല്ല, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. ആ ഗ്രൗണ്ട് കണ്ടപ്പോൾ എനിക്ക് ഓടാനൊക്കെ തോന്നി. ചുമ്മാ ഇതൊക്കെ നമ്മുടെ കുട്ടി കുട്ടി കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ എല്ലാവരും അമ്മമാരില്ലാതെ നമ്മളെ നമുക്ക് അമ്മമാർക്ക് വൈബുണ്ടെങ്കിലേ പിള്ളേർക്ക് വൈബുള്ളൂ. അതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഗ്രൗണ്ട് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടുകയൊക്കെ ചെയ്തു. പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ 200 മീറ്ററിനൊക്കെ ഓടി, അതൊക്കെ ഓർമ്മ വന്നു പോയി. കുഴപ്പമില്ല. പക്ഷെ എന്തായാലും ആ റോയിൽ നമ്മുടെ ജെംസ് മിഠായി ഇട്ടണക്ക് നിൽക്കുന്നില്ലേ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ജെംസ് മിഠായി ഇങ്ങനെ വാരിയിട്ട പോലെ കുറേ മക്കളിങ്ങനെ നിൽക്കുന്നു. അവരുടെ പ്രാക്ടീസ് ഇപ്പോൾ കുറച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല ഗ്രൗണ്ടിൽ വന്നപ്പോൾ അവിടുത്തെ മറ്റേ സ്റ്റെപ്പുകൾ വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചില കുട്ടികൾക്ക് മാത്രമേ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അത് കറക്റ്റ് അവരെ പഠിപ്പിച്ചത് കറക്റ്റായിട്ട് അവർക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഈ കോർഡിനേഷൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് ചില കുട്ടികൾക്കൊന്നും കിട്ടിയിട്ടില്ല. കാരണം അവരെ കറക്റ്റ് അത് പഠിപ്പിച്ചിരുന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു റീസൺ വരുന്നത്. കാരണം എല്ലാവരും ഒരേപോലെ കളിക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ കുറച്ച് സ്കൂളിലുള്ള കുട്ടികൾ മാത്രം നന്നായിട്ട് അവർക്ക് ആ സ്റ്റെപ്പുകൾ അറിയാം എന്നുള്ളതാണ്. പിന്നെ അവിടെ സ്റ്റേജിൽ ഒരാൾ നിന്ന് കാണിക്കുന്നുണ്ട്, പിന്നെ ട്രെയിനേഴ്സ് അല്ലാതെ ട്രാക്കിൽ നിന്നും കാണിക്കുന്നുണ്ട്. അവരൊക്കെ നല്ല അടിപൊളിയാണ്, സൂപ്പറായിട്ട് കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ സൂംബ ചെയ്താലോ എന്നൊരാഗ്രഹം അറിയാണ്ട് വന്നുപോയി. എന്തായാലും സൂംബ ചെയ്യാം എന്ന ആഗ്രഹവുമായി ഞാൻ ജീവിക്കുകയാണ്. എന്തായാലും ഞാൻ ഇനി മുതൽ സൂംബയും കൂടി ചെയ്യും. അപ്പം സൂംബയെന്ന് തന്നെ അല്ലേ പറയുന്നത്? ആണ്, അത് മതി, അങ്ങനെയൊക്കെ മതി. നിങ്ങൾ വേണേ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചോളൂ. അപ്പോൾ എന്തായാലും ഇന്ന് പോകണം കേട്ടോ. ഇന്ന് 30-ാം തീയതിയാണ്. ഇന്ന് വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് ഒരു 2:15 സ്കൂളിലെത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് മക്കളെ. അപ്പോൾ സ്കൂളിലെത്തിക്കണം. സ്കൂളിലെത്തിച്ചിട്ട് അവിടെ നിന്ന് ഞാനും പോകുന്നുണ്ട് ഗ്രൗണ്ടിലോട്ട്. അപ്പോൾ പാളയം ചർച്ച്, നമ്മുടെ മോസ്ക്, പിന്നെ ഒരു എന്താ പറയുക അമ്പലവും അവിടെയുണ്ട്. അപ്പം വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറുണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ എല്ലാവർക്കും ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തു പിരിഞ്ഞു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.